നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലും മികച്ച പോളിംഗ് രേഖപ്പെടുത്തുകയാണ്. 11 മണിവരെ തമിഴ്നാട്ടിൽ 37.56% ആണ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബംഗാളിൽ അത് 41.11%. തിരക്ക് കണക്കിലെടുത്ത് 8 മണിവരെ വോട്ടെടുപ്പ് നീട്ടണമെന്നാവശ്യപ്പെട്ട് TVK തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയിട്ടുണ്ട്. തമിഴ്നാട് വിജയിക്കുമെന്ന് MK സ്റ്റാലിൻ വോട്ട് ചെയ്ത ശേഷം പ്രതികരിച്ചു. അതേസമയം ബംഗാളിൽ പലയിടത്തും സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മുർഷിദാബാദിലെ നൌഡയിൽ പെട്രോൾ ബോംബേറുമുണ്ടായി. ആദിൽ പാലോടും നോബൽ മാരിക്കാരനും വിവരങ്ങളുമായി. ആദിൽ തമിഴ്നാട്ടിൽ നല്ല പോളിംഗ് രേഖപ്പെടുത്തുകയാണ്. കനത്ത ചൂടുണ്ട് അവിടെ. അതുകൊണ്ട് തന്നെ രാവിലെ കൂടുതൽ പേർ വോട്ടിനെത്തിയെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. ഏറ്റവും ഒടുവിലത്തെ പോളിംഗ് ശതമാനം എങ്ങനെയാണ്? പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം വോട്ട് ചെയ്തോ? പ്രതിപക്ഷ നേതാവ് എടപ്പാടി പളനിസ്വാമി, പനീർ സെൽവം അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ, TVK അധ്യക്ഷൻ വിജയ് അടക്കമുള്ള എല്ലാ നേതാക്കളും വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു പോളിംഗ് സ്റ്റേഷനിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. മഷിപുരട്ടി വോട്ട് രേഖപ്പെടുത്തിയ വോട്ടർമാർ പുറത്തിറങ്ങി നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. തമിഴ്നാട്ടിൽ 37.56% പോളിംഗ് ആണ് 11 മണി വരെ രേഖപ്പെടുത്തിയത്. ഉടൻ തന്നെ ഒരു മണിയുടെ കണക്ക് ഉടൻ തന്നെ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഏതായാലും ഭേദപ്പെട്ട പോളിംഗ് ആണ്. സാധാരണഗതിയിൽ ഇപ്പോൾ കനത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. 40 ഡിഗ്രി സെൽഷ്യസിന് അടുപ്പിച്ച് ചൂട് പല മേഖലകളിലും അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു തിരക്ക്, ക്യൂ ഒക്കെ പലയിടത്തും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മധുരവോയൽ മണ്ഡലത്തിലെ ചെന്നൈ വത്സരവാക്കം ലാമക് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അവിടെ ഒരു നീണ്ട ക്യൂ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഉച്ച 1 മണിക്കാണ് ഈ വിധത്തിൽ പ്രായമായവരടക്കം എത്തി വോട്ട് ചെയ്യുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം രാവിലെ തന്നെ ഇപ്പോൾ പശ്ചിമബംഗാളിൽ പോളിംഗ് പുരോഗമിക്കുമ്പോൾ നല്ല പോളിംഗ് ശതമാനം രേഖപ്പെടുത്തുന്നു. പലയിടത്തും അക്രമ സംഭവങ്ങളുമുണ്ട്. എന്താണ് വിശദാംശങ്ങൾ? സ്മൃതി, പശ്ചിമബംഗാളിൽ 11 മണി വരെയുള്ള കണക്ക് പുറത്തു വരുമ്പോൾ 41% മുകളിൽ പോളിംഗ് ശതമാനം എത്തിയിട്ടുണ്ട്. പക്ഷേ അതേസമയം പലയിടത്തും സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നാണ് ആശങ്കയുണ്ടാക്കുന്നത്. ഏറ്റവും പ്രധാനമായി ഇപ്പോൾ ഒടുവിൽ റിപ്പോർട്ട് ചെയ്തിരുന്നത് കുമാർഗഞ്ചിലാണ്. അവിടെ BJP സ്ഥാനാർത്ഥി സുവേന്ദു സർക്കാരിനെ TMC പ്രവർത്തകർ മർദ്ദിച്ചു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. പോലീസും മാധ്യമപ്രവർത്തകരൊക്കെ നോക്കി നിൽക്കുമ്പോഴായിരുന്നു മർദ്ദനം ഉണ്ടായത്. പിന്നീട് പോലീസ് ഈ സ്ഥാനാർത്ഥിയെ അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തത്. അതോടൊപ്പം മുർഷിദാബാദിൽ ഇന്നിപ്പോൾ പെട്രോൾ ബോംബ് എറിഞ്ഞത് വലിയ സംഭവവികാസമായി അവിടെ മാറി. അവിടെ TMC പ്രവർത്തകരും അതോടൊപ്പം തന്നെ ആം ജനതാ ഉന്നയൻ പാർട്ടി പ്രവർത്തകരും ഏറ്റുമുട്ടി. പോലീസ് പിന്നീട് ലാത്തിചാർജ് അടക്കം അവിടെ നടത്തുകയും ചെയ്തു. വാഹനങ്ങളടക്കം തല്ലിത്തകർന്ന സാഹചര്യം ഉണ്ടായിട്ട് സിലിഗുരിയിലും BJP അതോടൊപ്പം TMC പ്രവർത്തകർ ഏറ്റുമുട്ടി എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടിലുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട സംഘർഷം ഉണ്ടായത് CPM-ഉം തൃണമൂൽ കോൺഗ്രസും തമ്മിലാണ്. അത് ഡോംകൽ ബ്ലോക്കിലാണ്. അങ്ങനെ വലിയ തരത്തിൽ സംഘർഷങ്ങൾ തുടരുമ്പോഴും പോളിംഗ് ശതമാനം ഉയരുന്നു എന്നത് വലിയ ആശ്വാസമായി തന്നെ പാർട്ടികൾ കാണുന്നു. സ്മൃതി.